ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ദ്ര സ്റ്റോറും ഗോമതി സ്റ്റോറും തമ്മിൽ ഒരു കടുത്ത മത്സരം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു കട വന്നതോടുകൂടി ബാലന്റെ കച്ചവടത്തിൽ കുറവ് സംഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ ബാലനും ദേവമംഗലത്തുള്ളവർക്കും ഒക്കെ അതിൻ്റെ ചില ടെൻഷനുകളും ഉണ്ടെങ്കിലും താൻ എന്നും സത്യസന്ധനായി മാത്രമേ കച്ചവടം ചെയ്തിട്ടുള്ളൂ. തൻ്റെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് താൻ ഒരു അനീതിയും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തനിക്ക് വരാനുള്ള കസ്റ്റമേഴ്സ് വരിക തന്നെ ചെയ്യും എന്നൊരു ഉറച്ച നിലപാടും നമ്മുടെ ബാലന്റെ മനസ്സിലുണ്ട്. ഇതേ സമയം സുകന്യ പല തന്ത്രങ്ങളും പയറ്റി എങ്ങനെയും ഗോമതി സ്റ്റോറിൽ നിന്നും സ്ഥിരം സാധനങ്ങൾ മേടിക്കുന്ന കസ്റ്റമേഴ്സിനെ കൂടി ഇന്ദ്ര സ്റ്റോഴ്സിലേക്ക് എത്തിക്കണം എന്നൊരു ചിന്തയോടുകൂടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് സുകന്യയ്ക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്ത് അച്യുതനും ഉണ്ട്. അപ്പം ഗോമതി സ്റ്റോറിൽ നിന്നും സ്ഥിരമായി സാധനം മേടിക്കുന്ന കുറേ ആൾക്കാരുടെ നമ്പറുകളൊക്കെ ശേഖരിച്ച് തൻ്റെ പരിചയത്തിലുള്ളവരോടെല്ലാം അച്യുതൻ ഇന്ദ്ര സ്റ്റോഴ്സിലേക്ക് സാധനം മേടിക്കാനായിട്ട് പറഞ്ഞ് അവരെ അയക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ സുകന്യയും ഒരുപാട് പേരുടെ നമ്പറുകളൊക്കെ സംഘടിപ്പിച്ച് ബാലേട്ടനും കൂടി ഞങ്ങളുടെ ഈ കടയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കണമെന്ന് എല്ലാവരോടും പറയുന്നത്, അങ്ങനെ പലതും പറഞ്ഞ് ആൾക്കാരെ ഇന്ദ്ര സ്റ്റോറിലേക്ക് എത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പം വലിയ കടയൊക്കെ ആണെന്നുള്ളതും ആൾക്കാരെ ഇന്ദ്ര സ്റ്റോറിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഓരോ ദിവസവും നമ്മുടെ ഗോമതി സ്റ്റോറിലെ കച്ചവടം കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം വീട്ടിൽ ചെന്ന് കണക്ക് കോക്കുന്ന ബാലൻ ആകെ തകർന്ന പോലെ ഇരിക്കുകയാണ്. അപ്പോൾ ബാലന്റെ അവസ്ഥ കാണുന്ന ആനന്ദനും ഒരുപാട് സങ്കടം വരുന്നുണ്ട്. അച്ഛനെ ഇത്രയധികം തകർന്ന അവസ്ഥയിൽ വന്ന് കൊണ്ടെത്തിച്ചല്ലോ എന്നുള്ള ചിന്ത ആനന്ദിന് നല്ല ദേഷ്യം ധർമ്മനോട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതേസമയം ആകാശം പറയുന്നുണ്ട്, മാമൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഗോമതി സ്റ്റോർ പൂട്ടിക്കണമെന്നല്ലേ അയാൾ ആഗ്രഹിച്ചേ, അത് എന്തായാലും നടന്നു. അതിനുള്ള വഴികൾ അയാൾ തന്നെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയാം. അത് കേൾക്കുന്ന ആനന്ദ് പറയും, ആ സുഗിനി ചേച്ചി എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മുടെ കടയിൽ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന ആൾക്കാരെയെല്ലാം അവരുടെ കടയിലേക്ക് എത്തിക്കാനായിട്ട് അവർ പല അടവുകളും പുറത്തിറക്കുന്നുണ്ട്. എന്നോടൊരു പരിചയക്കാരൻ വന്ന് പറഞ്ഞതാ, നമ്മുടെ കടയിൽ ഇപ്പം എത്രമാത്രം കച്ചവടം കുറഞ്ഞിരിക്കുന്നത് എന്ന് പറയാം. അത് കേൾക്കുന്ന ബാലൻ പറയും, തൊട്ടടുത്തൊരു കട വന്നാൽ സ്വാഭാവികമായും ഇങ്ങനെ സംഭവിക്കും. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി അവൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നതല്ലേ. ഞാൻ തോക്കുന്നത് കാണാനാണല്ലോ അവൻ്റെയും ആഗ്രഹം എന്ന് പറയാണ്. എല്ലാവരും കൂടി ബാലനെ തോൽപ്പിച്ചു, ഇപ്പം സമാധാനമായി കാണുമല്ലോ. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ കടയുടെ അവസ്ഥ എന്താകും എന്നുള്ള ചിന്ത ആകാശ് പറയാണ്. അത് കേൾക്കുന്ന മീനുവിനും മിത്രയ്ക്കും അനുവിനും ഒക്കെ ഒരുപാട് സങ്കടം വരിക. അപ്പം മീനു പറയും, അങ്ങനെയൊന്നും നമ്മൾ തോറ്റു കൊടുക്കരുത്. സുകന്യ ചേച്ചി അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോട്ടെ. അവർ ബാർഗെയിൻ ചെയ്ത് നമ്മുടെ കസ്റ്റമേഴ്സിനെ കൂടി അങ്ങോട്ടേക്ക് കൊണ്ടുപോയിക്കോട്ടെ. പക്ഷെ നമുക്കും പലതും ചെയ്യാനുണ്ട് അച്ഛാ എന്ന് പറയാണ്. അന്നൊരിക്കൽ ഒരു ബിസിനസ് ഐഡിയ ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നോ, ഓൺലൈൻ ബിസിനസ്. അതിനെപ്പറ്റി അച്ഛൻ ഇനി സീരിയസ് ആയിട്ട് ചിന്തിക്കണം. സുഗിനി ചേച്ചിക്ക് ഈ വക കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് അറിയാം. ചേച്ചി ഓൺലൈനായിട്ട് ബിസിനസ് കൂടി തുടങ്ങിയാൽ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കച്ചവടത്തെ പറ്റി ചിന്തിക്കുക പോലും വേണ്ട. കച്ചവടം ഒരുപാട് കുറയും എന്ന് പറയാണ്. അത് കേൾക്കുന്ന ബാലൻ മീനു എന്താ പറയുന്നത് അറിയാൻ വേണ്ടി ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക. അച്ഛാ, അതായത് ഓൺലൈൻ ബിസിനസ്സിനെ പറ്റി അന്ന് ഞങ്ങൾ പറഞ്ഞു തന്നില്ലായിരുന്നോ? വേണ്ട ആൾക്കാർക്ക് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി സാധനങ്ങൾ എത്തിക്കുക. ഇപ്പം തന്നെ കടയിൽ ആകാശുണ്ട്, ആനന്ദേട്ടനുണ്ട്, രാമേട്ടനുണ്ട്, അച്ഛനും ഉണ്ട്. നിങ്ങൾ 4 പേരുണ്ടല്ലോ. നിങ്ങളെല്ലാവരും ചേർന്ന് കടയിൽ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരാൾ കസ്റ്റമേഴ്സിന് സാധനങ്ങൾ വീട്ടിലെത്തിക്കാനായിട്ട് നിൽക്കുക. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പല ഫോൺ വിളികളിലൂടെ നമുക്ക് പല കച്ചവടങ്ങളും കിട്ടും. ആൾക്കാർക്ക് ഇവിടെ വന്ന് സാധനം മേടിക്കേണ്ട ഒരവസ്ഥയും ഉണ്ടാകില്ല എന്ന് പറയാം. അപ്പം ഗോമതി ശ്രദ്ധയോട് കേട്ടപ്പം ബാലേട്ടനോട് പറയും, മീനു പറയുന്നതിലും കാര്യമില്ലേ ബാലേട്ട, നല്ലൊരു ഐഡിയ അല്ലേ അവൾ പറഞ്ഞത് എന്ന് ചോദിക്കുക. അപ്പം മിത്ര പറയും, ഇതിനു വേണ്ട എല്ലാ സഹായങ്ങളും ഞാനും മീനു ചേച്ചിയും അനുവും കൂടി ചെയ്തു തന്നോളാം. നിങ്ങൾ കൂടെ ഒന്ന് നിന്നാൽ മതി. നമ്മളെ തോൽപ്പിക്കാൻ ആർക്ക് സാധിക്കില്ല. നമ്മളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ഗോമതി സ്റ്റോർ ഒരിക്കലും തകർക്കാൻ ആർക്ക് സാധിക്കത്തില്ല. ഏത് സുകന്യ വന്നാലും നമ്മൾ തകർന്നു പോകത്തുമില്ല എന്ന് പറയാം. അവർക്ക് മാത്രമല്ല കുതന്ത്രങ്ങൾ അറിയാവുന്നത്, നമ്മൾ നേരായ വഴിക്ക് ജീവിക്കേണ്ടത് എന്ന് അപ്പം മിത്ര പറയാണ്. നമ്മൾ തന്ത്രപൂർവ്വം ബിസിനസ്സുകൾ നമ്മളിലേക്ക് എത്തിക്കും, അതാ ചെയ്യുന്നുള്ളൂ എന്ന് പറയാം. അപ്പം ബാലൻ പറയും, ഇതൊക്കെ ശരിയാവോ മോളെ എന്ന് ചോദിക്കുക. അച്ഛാ, ഇന്നത്തെ കാലത്ത് എല്ലാം ഈ ഫോണിൽ സാധ്യമാ. അച്ഛനും കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുക. അപ്പം ബാലേട്ട, ഇവർ പറയുന്നതിലും കാര്യമുണ്ട് ബാലേട്ട, അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം. നമ്മൾ മാത്രം പഴയ രീതിയിൽ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോയാൽ നമുക്കൊരിക്കലും ഒരു പുരോഗതി ഉണ്ടാവില്ല. ഇപ്പം തന്നെ പുതിയൊരു കട വന്നു, ഇതിപ്പോൾ ധർമ്മൻ്റെ കട. ഇനി ഇത് മാത്രമാവണമെന്നില്ലല്ലോ. ഇനിയും നമ്മുടെ കടയുടെ പരിസരത്ത് പല പലചരക്ക് കടകളും വരാം. അപ്പം വലിയൊരു മത്സരം ഉണ്ടാകില്ലേ. അപ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ
പോരെ എന്ന് ഗോമതി ചോദിക്കുക. അപ്പോൾ ഗോമതി പറയുന്നത് കാര്യമാണല്ലോ എന്ന് ബാലന് ബോധ്യപ്പെടുക. അത് കേൾക്കുന്ന ആനന്ദ് പറയും, അമ്മ പറയുന്നതും സത്യമാണ്, മത്സര ബുദ്ധിയോടുകൂടി നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കും പുരോഗതി ഉണ്ടാവുള്ളൂ എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുന്ന ആര്യം പറയും, ഞാനും ഫ്രീ ആയിട്ടുള്ള സമയം കടയിലേക്ക് വരാം, ഡെലിവറിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ഞാനും ചെയ്തോളാം എന്ന് ആര്യനും പറയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഗോമതി സ്റ്റോറിനെ പഴയ പടി ഉയർത്തിക്കൊണ്ട് വരാനുള്ള ശ്രമം നടത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓൺലൈൻ ബിസിനസ്സും തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ സുകന്യയുടെ കടയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ പതിയെ പതിയെ തിരികെ ഗോമതി സ്റ്റോറിലേക്ക് തന്നെ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ബാലൻ കൊടുക്കുന്ന സാധനങ്ങളുടെ ഒരു ഗുണമേന്മ ഇന്ദ്ര സ്റ്റോറിൽ ഇല്ല എന്നതുകൊണ്ട് തന്നെ. പക്ഷെ പോകെ പോകെ ധർമ്മനും കച്ചവടം അറിയാവുന്ന ആൾ തന്നെയാണല്ലോ, അതുകൊണ്ട് തന്നെ കച്ചവടത്തിൽ ശ്രദ്ധിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ധർമ്മൻ സത്യസന്ധമായി കച്ചവടം ചെയ്താലും സുകന്യ അതിനൊന്നും സമ്മതിക്കുന്നില്ല. എല്ലാത്തിലും കൈകടത്തി ചെയ്യുന്നതുകൊണ്ട് തന്നെ സുതാര്യമായ ഒരു കച്ചവടം, അതായത് നമ്മുടെ ബാലൻ ചെയ്യുന്നത് പോലെ സത്യസന്ധമായി ഒന്നും ചെയ്യാനായിട്ട് ധർമ്മനെ കൊണ്ട് സാധിക്കാത്തൊരവസ്ഥ സുകന്യ ഉണ്ടാക്കിയെടുക്കുന്നുമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് പതിയെ ബാലൻ്റെ അടുത്തേക്ക് തിരികെ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബാലൻ ഓൺലൈൻ ബിസിനസ് കൂടി തുടങ്ങിയതിന് ശേഷം പലരും ബാലൻ്റെ അടുത്തേക്ക് വരികയും ഒരുപാട് കച്ചവടം കിട്ടുകയും കച്ചവടത്തിൽ പുരോഗതി ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും തൻ്റെ കച്ചവടം പഴയപടിയാകുമ്പം നമ്മുടെ ബാലനും സമാധാനം ആവുകയാണ്. ബാലനും ഒറ്റയ്ക്കല്ല, മക്കളെല്ലാവരും ഗോമതി സ്റ്റോറിലുണ്ട്. അത് ബാലന് ഒരു താങ്ങായി തന്നെ മാറുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും സഹായത്തോടു കൂടി നമ്മുടെ ബാലൻ ഗോമതി സ്റ്റോറിനെ പഴയതിലും മികച്ചതായി മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അറിയുമ്പം അച്യുതനും സുകന്യയ്ക്കും ഒട്ടും തന്നെ സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെ ധർമ്മനാണെങ്കിൽ ഒരു കുശുമ്പും ഇല്ല കേട്ടോ. അളിയന് ഒരിക്കലും ദോഷം വരരുതെന്ന് തന്നെയാണ് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ധർമ്മൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഗോമതി സ്റ്റോറിന്റെ ഉയർച്ച ധർമ്മന് സന്തോഷമേ ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷെ അവരെ എങ്ങനെയും തകർത്താൽ മാത്രമേ തങ്ങൾക്ക് കച്ചവടം മെച്ചപ്പെടുത്താൻ സാധിക്കൂ എന്ന് സുകന്യയ്ക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് സുകന്യയും ഓൺലൈൻ ബിസിനസ് ഒക്കെ തുടങ്ങുന്നുണ്ടെങ്കിലും അത് അത്രയ്ക്ക് അങ്ങോട്ട് വിജയിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ സുകന്യ അച്യുതൻ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. തുടക്കത്തിൽ നീ കാണിച്ച ആർജവൊന്നും ഇപ്പോൾ നിനക്ക് കച്ചവടത്തിൽ ഇല്ലല്ലോ സുകന്യെ, കച്ചവടം ഓരോ ദിവസവും കുറഞ്ഞാണല്ലോ വരുന്നത് എന്ന് പറയാ. ദേ ഇത്രയും പൈസ ഒന്നും പോരാ, ലാഭമുണ്ടോ എന്ന് ചോദിച്ചാൽ ലാഭമുണ്ട്. പക്ഷെ നമ്മുടെ ലക്ഷ്യം ലാഭമല്ല, നമുക്ക് ഗോമതി സ്റ്റോറിനെ പൂട്ടിക്കണം. നമ്മുടെ കട അവിടെ വരുമ്പം തന്നെ ആ ബാലൻ പത്തി മടക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അയാൾക്ക് ഒരു കുഴപ്പം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, പൂർവാധിക ശക്തിയോടുകൂടിയാ അയാൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അവനെ അങ്ങനെ വളർത്താൻ ഞാൻ അനുവദിക്കില്ല എന്ന് അച്യുതൻ മനസ്സിൽ പല കൂട്ടലുകളും നടത്തുന്നുണ്ട് കേട്ടോ. അച്യുതനും സുകന്യയും എന്തൊക്കെ ചെയ്തിട്ടും നമ്മുടെ ഗോമതി സ്റ്റോറിന് ഒന്നും തന്നെ സംഭവിക്കുന്നില്ലേ. അപ്പോൾ ബാലൻ പഴയ ബാലനായിട്ട് തന്നെ സമാധാനത്തോടു കൂടി ഇരിക്കുന്നത് കാണുന്ന ഗോമതിക്കും സന്തോഷമാവാണ്. ഇപ്പം ആകെ അവരുടെ എല്ലാവരുടെ മനസ്സിൽ ഒരു വേദന ദേവിയുടെയും ആനന്ദിൻ്റെയും ജീവിതം മാത്രമാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ മറ്റു പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. നമ്മുടെ ആനന്ദ് ദേവിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കേസും കൂട്ടോ ഒക്കെ ഇതിനിടയിൽ നടക്കുന്നുണ്ടെങ്കിലും ഗോമതി സ്റ്റോറിനെ ഇതൊന്നും ബാധിക്കാതെ അവരെല്ലാവരും ഗോമതി സ്റ്റോറുമായിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുവേ. അപ്പോൾ രാത്രിയിൽ ബാലൻ കണക്കൊക്കെ കൂട്ടുമ്പോൾ പൈസയിലൊക്കെ പണ്ട് കിട്ടിയിരുന്നതിലധികം ലാഭമുള്ളപ്പം എല്ലാവരോടും പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും എനിക്ക് താങ്ങായി നിന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വിജയം എനിക്കുണ്ടായത് എന്ന് പറയാം. അതിന് എൻ്റെ മക്കളോടും മരുമക്കളോടും എല്ലാവരോടും ഞാൻ കടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ബാലൻ അറിയിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം എൻ്റെ ഭാഗ്യവ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമൊക്കെ ആവുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ മീനു എങ്ങനെയും ദേവിയെ ദേവമംഗലത്തേക്ക് എത്തിക്കാനായിട്ട് പല വഴികളിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ദേവിയോടുള്ള ദേഷ്യമൊക്കെ ദേവമംഗലത്തുള്ളവർക്ക് മാറിയിട്ടുണ്ടെങ്കിലും ആനന്ദ് ഇനി ദേവിയുമായൊരു ജീവിതം തനിക്ക് സാധ്യമല്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഡിവോഴ്സ് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആനന്ദ് തീരുമാനിച്ചിരിക്കുന്നതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. അങ്ങനെ നമ്മുടെ സുകന്യയുടെ കുതന്ത്രത്തിലൊന്നും തകർന്നു പോകുന്നതല്ല ഗോമതി സ്റ്റോർ എന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ബാലനും മക്കളും. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.